Hi students. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ചിരുന്നത് എന്താ, നമ്മൾ പല രീതിയിലുള്ള പ്രൊവിഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലേ. എന്നുവെച്ചാൽ ബാങ്കറും ഒരു കസ്റ്റമറും, ഒരു ബാങ്കിൽ നമ്മളൊരു കസ്റ്റമർ ആയി കഴിഞ്ഞാൽ എന്തെല്ലാം പ്രൊവിഷൻസ് ഫോളോ ചെയ്യുന്നു എന്ന കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിൽ കുറേ ജനറൽ ഒബ്ലിഗേഷൻസ് ഡിസ്കസ് ചെയ്തു, അതുപോലെ സ്പെഷ്യൽ ഒബ്ലിഗേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ആ സ്പെഷ്യൽ പ്രൊവിഷൻസിൽ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസിൽ ഉള്ള ഒരു കാര്യമായിരുന്നു ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ബാങ്കർ ആൻഡ് ലിമിറ്റേഷൻ പീരീഡിനെ വെച്ചിട്ടൊരു ആക്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു, ലിമിറ്റേഷൻ ആക്ടിനെ ബേസ് ചെയ്ത്. അതിലെന്തായിരുന്നു, നമ്മൾ നോർമലി സാധാരണ ഒരു ഡെപ്റ്റ് 3 വർഷം റീപേ ചെയ്തിട്ടില്ലെങ്കിൽ 3 വർഷത്തിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ആ ഡെപ്റ്റ് കിട്ടാക്കടമായിട്ട് വരും. എന്നുവെച്ചാൽ ഡെപ്റ്റ് വിൽ ബി കൺസിഡർ ടു ബി എ ബാഡ് ഡെപ്റ്റ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 3 ഇയേഴ്സ് എന്ന കൺസെപ്റ്റാണ് നോർമലി ലിമിറ്റേഷൻ ആക്ട് വെച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു ബാങ്കേഴ്സ് റെഗുലേഷൻ ആക്ട് ആ ലോയ്ക്കെതിരെയായിരുന്നു. It declares that only after the expiry of 10 years from the repayment a debt can be considered to be a bad debt. അന്ന് 10 വർഷം കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊരു ഡെപ്റ്റിനെ ബാഡ് ഡെപ്റ്റ് ആക്കി മാറ്റുന്നുള്ളൂ എന്നതാണ് അതിൽ പറഞ്ഞിരുന്നത്. ഇനിയുള്ള വേറൊരു പ്രൊവിഷനാണ് ബാങ്കർ ആൻഡ് ഗാർണിഷ് ഓർഡർ. ഈ ഗാർണിഷ് ഓർഡർ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ബാങ്കർ ആൻഡ് ഗാർണിഷ് ഓർഡർ. സോ വാട്ട് ഇസ് ഗാർണിഷ് ഓർഡർ? Garnish order is an order issued by the court of law and served to a banker, directing the banker not to honor the check of a customer who happened to be the debtor judgment. That is, garnish order will freeze the account of a customer. നമ്മൾ ചിലപ്പോൾ കേൾക്കാൻ അക്കൗണ്ട് ഫ്രീസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ കടങ്ങൾ അടയ്ക്കാണ്ട് വരുമ്പോൾ എന്ന കേസിൽ നമ്മൾ അവരുടെ പേരിൽ വരുന്ന ചെക്ക് വണ്ടി ചെക്കായിട്ട് മാറും, അല്ലെങ്കിൽ ആ എമൗണ്ട് ആ ചെക്കിൽ നിന്ന് ഡ്രോ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അങ്ങനെയുള്ള കാര്യത്തിനെയാണ്, ആ ഒരു ഓർഡറിനെയാണ്, അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന ആ ഒരു ഓർഡറിനെയാണ് ഗാർണിഷ് ഓർഡർ എന്ന് പറയാം. സോ യു വോണ്ട് ടു സ്റ്റഡി ദിസ് ഡെഫിനിഷൻ. ഇറ്റ് ഇസ് എൻ ഓർഡർ ഇഷ്യൂഡ് ബൈ ദ കോർട്ട് ഓഫ് ലോ ആൻഡ് സെർവ് ടു എ ബാങ്കർ, directing the banker not to honor the check of the customer who happened to be the debtor judgment. ഒരു ഡെറ്റർ ആയിട്ടുള്ള ഒരാളുടെ ചെക്ക് ഓണർ ചെയ്യേണ്ടതില്ല, കൺസിഡർ ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന ഓർഡറാണ് ഗാർണിഷ് ഓർഡർ. സോ ഇഫ് എ കസ്റ്റമർ ഓഫ് ദി ബാങ്ക് owes money to a creditor, the creditor files a case against the debtor for the recovery of the amount due from the debtor. In this circumstance, before issuing a final verdict, court issues the garnish order to the banker. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഒരു കസ്റ്റമറാണ്, അയാൾക്ക് ബാങ്കിലേക്ക് അല്ലെങ്കിൽ അയാൾക്ക് ക്രെഡിറ്റ് കൊടുക്കുന്ന ആരായിരിക്കും? ബാങ്കറായിരിക്കും. അപ്പം ബാങ്കറിൽ എതിരെ ഡെറ്റ് കിടപ്പുണ്ട്, അയാൾ പേ ചെയ്തിട്ടില്ല എമൗണ്ട്. ഇൻ ദാറ്റ് കേസ് ദ ക്രെഡിറ്റർ, ദാറ്റ് ഇസ് എ ബാങ്ക്, വിൽ ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് ദ ഡെറ്റർ. അപ്പോൾ ഡെറ്ററിനെതിരെ എന്താവും? ഒരു കേസ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ആ എമൗണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേസ് മൂവ് ചെയ്യും. സോ ഈ കേസിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചായിരിക്കും കോർട്ട് എന്ത് പറയും? ഈ കോർട്ട് അയാളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള ഓർഡർ ആയിരിക്കും വരുന്നത്. അതിനെയാണ് നമ്മൾ ഗാർണിഷ് ഓർഡർ എന്ന് പറയുന്നത്. So garnish order has 2 parts, that is the order nisi and the order absolute. 2 parts ആയിട്ട് നമുക്ക് പറയാം ഗാർണിഷ് ഓർഡറിനെ തന്നെ. അതാണ് ഓർഡർ നിസി ആൻഡ് ഓർഡർ അബ്സല്യൂട്ട്. സോ ഇതെന്താ? ഓർഡർ നിസി എന്താണ്? ഓർഡർ അബ്സല്യൂട്ട് എന്നാണ്. That is, the order nisi is issued first. It contains a provision regarding the amount to be attached. എത്ര എമൗണ്ട് ആണോ നമുക്ക് വേണ്ടത്, എത്ര എമൗണ്ട് ആണ് നമുക്ക് കടമുള്ളത്, ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന ഓർഡർ. ആ എമൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള ഓർഡർ ആയിരിക്കും ആദ്യം വരുന്നത്. അതാണ് ഓർഡർ നിസി. So if the order nisi does not mention about the amount to be attached, the banker must presume that the entire credit amount to be attached. The banker must presume that the entire credit balance of the customer should be attached. ഇപ്പം എത്ര എമൗണ്ട് ആണ് തിരിച്ചെടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട്, ഇപ്പം നമ്മൾക്കൊരു ഡെറ്റ് ഉള്ളത് 1 ലക്ഷം രൂപയാണ് ബാങ്കുമായിട്ട്. അപ്പം അക്കൗണ്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് പറയണം ഈ ഓർഡർ നിസിക്കകത്ത് 1 lakh ആണ് നമ്മൾ ഫ്രീസ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് മെൻഷൻ ചെയ്യണം നോർമലി. ഇൻ എനി കേസ് അവർ മെൻഷൻ ചെയ്യുന്നില്ല, കോർട്ട് ഇങ്ങനെ ഒരു ഓർഡർ നിസിയിൽ എത്ര എമൗണ്ട് ആണ് ഫ്രീസ് ചെയ്യേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ ഹോൾ എമൗണ്ട് ഓഫ് ദ അക്കൗണ്ട് ഷുഡ് ബി ഫ്രീസ്ഡ്. അങ്ങനെ ഒരു കേസ് വന്നാൽ മുഴുവൻ എമൗണ്ട് നമ്മൾ ഫ്രീസ് ചെയ്തിരിക്കണം. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പാർട്ട് ഓർ ഓർഡർ നിസി. Second, when the banker receives the garnish order, the banker must stop all the operations with the customer if garnish order does not mention any money to be attached. അപ്പം ഒരു ഗാർണിഷ് ഓർഡർ ബാങ്കർ പറയുകയാണെങ്കിൽ ഫുൾ എമൗണ്ട് ഫ്രീസ് ആവും, പിന്നെ ഒരു രീതിയിലുള്ള ട്രാൻസാക്ഷൻസും ആ ബാങ്കിൽ നിന്ന് സംഭവിക്കുന്നില്ല. ആൻഡ് ഇഫ് ദ ഓർഡർ നിസി കണ്ടെയ്ൻസ് ദ പ്രൊവിഷൻ റിഗാർഡിംഗ് എ പാർട്ട് ഓഫ് ദി എമൗണ്ട് ഓഫ് ദി കസ്റ്റമർ അക്കൗണ്ട് ടു ബി അറ്റാച്ച്ഡ്, ദ
banker must earmark that the amount and the customer may be allowed to operate with the balance amount. നമ്മൾ പറഞ്ഞു തന്നെ ഓർഡർ നിസിയിൽ ഒരു 1 lakh എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ഒരു 1 lakh മാത്രമേ ഫീസ് ചെയ്ത് വെക്കുള്ളൂ. ബാക്കി ഇപ്പോൾ അയാളുടെ ഒരു 1 crore ആയിരുന്നെങ്കിൽ ബാക്കി 99 lakhs അയാളുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ആ എമൗണ്ട് അയാൾക്ക് എന്ത് രീതി വേണമുള്ള ട്രാൻസാക്ഷൻസ് നടത്താം. ഇതാണ് ഓർഡർ നിസി. അപ്പോൾ ഗാർണിഷ് ഓർഡറിൽ തന്നെ 2 പാർട്ടായിട്ട് നമുക്ക് പറയുന്നുണ്ട്. ഫസ്റ്റ് ആണ് ഓർഡർ നിസി. ഓർഡർ നിസിയിൽ പറഞ്ഞാൽ എന്താ, നമുക്ക് എത്ര എമൗണ്ട് ആണോ കടമുള്ളത്, ബാങ്കുമായിട്ട് കടമുള്ളത്, അത് അയാളുടെ അക്കൗണ്ടിൽ നിന്ന് ഫ്രീസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, എത്ര എമൗണ്ട് ആണെന്ന് മെൻഷൻ ചെയ്തില്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഫ്രീസ്ഡ് ആയിരിക്കും, ഒരു ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റില്ല. അതല്ലാതെ എമൗണ്ട് പ്രിസ്ക്രൈബ്ഡ് ആണെങ്കിൽ ആ ഒരു എമൗണ്ടിൽ മാത്രം ഫ്രീസിങ് നടക്കും, ബാക്കിയുള്ള പൈസ മുഴുവൻ നമുക്ക് ട്രാൻസാക്ഷനിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ഓർഡർ നിസി. ദെൻ when the court issues a final verdict regarding the case, the court issues order absolute to the banker, directing the banker to transfer the credit balance of the debtor judgment to the creditor of the creditor judgment. അപ്പോൾ ഫസ്റ്റ് ഓർഡർ നിസി കഴിഞ്ഞു നമ്മളത് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടും ഫൈനൽ വേർഡിൽ ഫൈനൽ ജഡ്ജ്മെൻറ്റിൽ എന്താ സംഭവിക്കുക, ഓർഡർ അബ്സല്യൂട്ട് വരും. ഈ ഓർഡർ അബ്സല്യൂട്ടിൽ സംഭവിക്കേണ്ടത് ദ എമൗണ്ട് ഫ്രീസ്ഡ് ക്യാൻ ബി ട്രാൻസ്ഫർ ടു ദ ക്രെഡിറ്ററിലേക്ക് ഈ ഡെറ്ററിൻ്റെ കയ്യിൽ നിന്ന് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ഓർഡർ അബ്സല്യൂട്ടിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യം ഫ്രീസ് ചെയ്തതാണ് ഓർഡർ നിസിയിൽ സംഭവിക്കുക. ദെൻ ട്രാൻസ്ഫർ വിൽ ബി ഒക്കറിങ് ഇൻ ദ സെക്കൻഡ് ഓർഡർ അബ്സല്യൂട്ട്. As long as there is some sort of an account, either a depositor or a loan account, the relationship would continue. The relationship should be terminated on the happening of the events like the death, insolvency or insanity of a customer or closing of the account either on the initiative of the customer or banker. ഇപ്പോൾ കസ്റ്റമർ മരിക്കുകയോ അല്ലെങ്കിൽ അയാൾ ഇൻസോൾവെൻറ്റ് എന്ന് വെച്ചാൽ പാപ്പരസി ഡിക്ലെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻസാനിറ്റി അയാൾക്കൊരു മെൻ്റൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയോ ഇങ്ങനെയുള്ള കേസിൽ മാത്രമാണ് ഈ റിലേഷൻഷിപ്പ് എല്ലാം എൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടലി നമ്മളിപ്പോൾ 11 സ്പെഷ്യൽ ഒബ്ലിഗേഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ യു വോണ്ട് ടു സ്റ്റഡി ഓൾ ദി 11 എന്തൊക്കെയാണ് പ്രൊവിഷൻസ്, എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ് എന്നുള്ളത് പഠിച്ചിരിക്കണം. ഓക്കെ, സോ ഇപ്പം നമ്മൾ ബാങ്ക് അതുപോലെ കസ്റ്റമർ തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ ജനറൽ റിലേഷൻഷിപ്പിനും ഡിസ്കസ് ചെയ്തു, സ്പെഷ്യൽ റിലേഷൻഷിപ്പും ഡിസ്കസ് ചെയ്തു. Now we want to study what are the types of bank accounts. ഏതെല്ലാം ടൈപ്പ് ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന് ഏതെല്ലാം ടൈപ്പ് അക്കൗണ്ടുകൾ ഒരു ബാങ്കുമായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്കറിയുന്ന ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകളുണ്ട്, സേവിങ്സ് ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് എന്തെല്ലാം ടൈപ്പ് അക്കൗണ്ടാണ് ഒരു കസ്റ്റമറിന് ബാങ്കിൽ ഉണ്ടാവാൻ പറ്റുക. ഫസ്റ്റ് വൺ ഇസ് എ കറണ്ട് ഓർ റണ്ണിങ് അക്കൗണ്ട്. കറണ്ട് ഓർ റണ്ണിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ മൂവിങ് ആയിട്ടുള്ള എല്ലാ ദിവസവും ട്രാൻസാക്ഷൻ നടത്തുന്ന അക്കൗണ്ടാണ് കറണ്ട് ഓർ റണ്ണിങ് അക്കൗണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് എ കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. So a current account is an account which is generally opened by the business people for their convenience. നമ്മൾ നോർമൽ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയോ ഒരു സാലറി ഡ്രോ ചെയ്യുന്ന ഒരാൾക്കാരല്ല നോർമലി കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഓപ്പൺ ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ബിസിനസ് ആൾക്കാരായിരിക്കും. ബിസിനസ് പീപ്പിൾ വിൽ ബി സ്റ്റാർട്ടിങ് കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും അതിൽ നിന്ന് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടി വരും, എമൗണ്ട് പേ ചെയ്യേണ്ടി വരും, എമൗണ്ട് വിഡ്രോ ചെയ്യേണ്ടി വരും. അങ്ങനെ ഇൻവോൾവ് ചെയ്യുന്ന ബിസിനസ് പീപ്പിളാണ് കൂടുതലും കറണ്ട് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുന്നത്. ദേ ആർ കോൾഡ് കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഓർ റണ്ണിങ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. ദ മണി ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ആൻഡ് വിഡ്രോ അറ്റ് എനി ടൈം. ഏത് സമയത്തിലും ചെക്ക് വഴിയോ അല്ലെങ്കിൽ ചെക്ക് വഴിയാണ് ഈ എമൗണ്ട് ഡ്രോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെക്ക് വഴി നമുക്ക് ഏത് സമയം വേണമെങ്കിലും എമൗണ്ട് അടയ്ക്കാനും എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു അക്കൗണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡെപ്പോസിറ്റ് ഫോമാണ്, ഒരു അക്കൗണ്ട് ഡെപ്പോസിറ്റ് ടൈപ്പാണ് ദ കറണ്ട് ഓർ റണ്ണിങ് അക്കൗണ്ട്. സോ യൂഷ്വലി ദ മണി ക്യാൻ ബി വിഡ്രോ ഓൺലി ബൈ മീൻസ് ഓഫ് ചെക്ക്. എ ബാങ്ക് ഡസ് നോട്ട് അലൗ എനി ഇൻട്രസ്റ്റ് ഓൺ ദിസ് അക്കൗണ്ട്. ഈ അക്കൗണ്ടിൻ്റെ മേലെ ഒരു രീതിയിലുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട്സും ഉണ്ടാവത്തില്ല. Only we can draw the amount by check and there will be no interest. Even then, people come forward to deposit money on current account because of the two important privileges which they enjoy in a current account, namely overdraft facility and other facility like collection of check, transfer of money and rendering agency and general utility services. നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല. ചെക്ക് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് മണി വിഡ്രോ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതെല്ലാം ഇൻകൺവീനിയൻസ് ആണ് അല്ലേ, നോർമൽ ആൾക്കാർക്ക് ഇത് ഇൻകൺവീനിയൻസ് ആണ്.
പക്ഷേ ബിസിനസ് ആൾക്കാർ ഇത് ഓപ്പൺ ചെയ്യാൻ കൂടുതൽ നിർബന്ധിതരാകുന്നുണ്ട് ബിക്കോസ് ദേ ആർ പ്രൊവൈഡഡ് വിത്ത് ദ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ആൻഡ് ഓൾസോ അതർ ഫെസിലിറ്റീസ് ലൈക്ക് ദ ചെക്ക് കളക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതേപോലെ ബേസിക് യൂട്ടിലിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള അക്കൗണ്ട്സ്. അതുകൊണ്ടാണ് കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ടിന് കൂടുതൽ ബിസിനസ്സുകാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പായിട്ട് നമ്മൾ പറഞ്ഞാണ് കറണ്ട് deposit account which are run or held by the business people, so in which the transaction can be done at any time only through the checks and there will be no interest, but it has some privileges like the overdraft facility and other facilities like collection of check, then transfer of money, rendering agency and also general utility services. അപ്പോൾ ഇതിൻ്റെ മേജർ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും ഇതെല്ലാം തന്നെ പറയാം. അൺലിമിറ്റഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ. ഇപ്പോൾ ചില ബാങ്കുകളെല്ലാം പറയാറുണ്ട് ഇത്ര ട്രാൻസാക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു സ്റ്റുഡൻസ് അക്കൗണ്ട് ആണെങ്കിൽ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. സ്റ്റുഡൻസ് അക്കൗണ്ട് എന്ന് പറയും, സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയും സ്റ്റുഡൻസ് അക്കൗണ്ടിന്. അതിനെല്ലാം എന്ന് വെച്ചാൽ ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഇത്രത്തോളം ട്രാൻസാക്ഷൻസേ അതിലൂടെ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു കാര്യം നമ്മുടെ കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ ഇല്ല. അൺലിമിറ്റഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ക്യാൻ ബി ഡൺ. Second is funds can be remitted to an account from any part of the country. ഏത് കൺട്രിയിൽ നിന്നും നമുക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻസ്. ഇപ്പം ഇന്ത്യയിൽ മാത്രമേ ട്രാൻസ്ഫർ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്ത്യ ഓർ US അങ്ങനെ ഓരോ കൺട്രി ബേസ്ഡ് ഒന്നുമല്ല. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഓൾ റൗണ്ട് ദ വേൾഡ്. എവിടെ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി വിൽ ബി അവൈലബിൾ. ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആയിട്ടുള്ള ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ചെക്ക് കളക്ഷൻ അവൈലബിൾ ആണ്. Then the fourth one is internet banking facilities are also available. ഇപ്പോൾ കറണ്ട് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദർ വിൽ ബി അൺലിമിറ്റഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസിന് ഒരിക്കലും ലിമിറ്റ് ഇല്ല. ഒരു ദിവസം തന്നെ നമുക്ക് എത്ര ട്രാൻസാക്ഷൻ വരെ ചെയ്യാം, അതൊരു ഫെസിലിറ്റി. സെക്കൻഡ്, ഫ്രം എനി പാർട്ട് ഓഫ് ദ കൺട്രി. ഇപ്പം ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് കേരളം മാത്രം അല്ലെങ്കിൽ തമിഴ്നാട് മാത്രം അങ്ങനെയില്ല. വി ക്യാൻ ഡു ദ ട്രാൻസാക്ഷൻ ഓൾ റൗണ്ട് ദ ഇന്ത്യ. ദെൻ there is overdraft facility, there is internet banking facility like that. Okay, so this is the first type of bank account. Second one is a savings bank deposit. Savings bank deposit, അതെന്തായിരിക്കും? It is a deposit. This deposit is intended primarily for the small scale savers. സ്മോൾ സ്കെയിൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ, സ്മോൾ സ്കെയിൽ ട്രേഡേഴ്സ് എല്ലാം, അവരെല്ലാം യൂസ് ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ്, അല്ലെങ്കിൽ നോർമൽ പീപ്പിൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്. The main object of this account is promotion of thrift. Hence, there is restriction on withdrawal in a month. നമുക്ക് ഒരു മാസം എത്രത്തോളം റെസ്ട്രിക്ഷൻ വേണം, വിഡ്രോവൽ എത്ര വിഡ്രോവൽസ് ചെയ്യാം എന്നതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് ദർ വാസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദ ട്രാൻസാക്ഷൻ. ബട്ട് സേവിങ്സ് ബാങ്കിൽ നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടാവും വിഡ്രോവൽസിൽ. Similarly, heavy withdrawals are permitted only against prior notice. നമുക്കിപ്പോൾ വലിയൊരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യണം. ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ട് ആയിട്ട് ഇപ്പോൾ എനിക്ക് ഫെഡറൽ ബാങ്കിലൊരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്ത് 2 lakh എമൗണ്ട് ഉണ്ട്. ഇൻ ദാറ്റ് സെൻസ് ഇഫ് ഐ വോണ്ട് ടു വിഡ്രോ ദറ്റ് 2 lakh ഒറ്റയടിക്ക് എനിക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ ഐ വോണ്ട് ടു ഹാവ് എ പ്രയർ നോട്ടീസ്. ഞങ്ങൾ ബാങ്കിനെ നേരത്തെ അറിയിച്ചിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ചെന്നിട്ട് 2 lakh വലിക്കാൻ പറഞ്ഞാൽ അവർ അതിന് സമ്മതിക്കത്തില്ല. സോ വി വോണ്ട് ടു ഗീവ് എ പ്രയർ നോട്ടീസ് ഫോർ ദ വിഡ്രോവൽ ഓഫ് മണി. ഒരു ദിവസം മുമ്പുള്ള ഒരു പ്രയർ നോട്ടീസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഫീച്ചർ എഗെയിൻസ്റ്റ് ദിസ് കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അപ്പോൾ കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഇതിലുണ്ടാകുന്ന കുറച്ച് ഫീച്ചേഴ്സ് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, വിഡ്രോവൽസിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, ഒരു മാസം എത്രത്തോളം വിഡ്രോവൽ ചെയ്യാവുന്ന റെസ്ട്രിക്ഷൻ. അതുപോലെ റെസ്ട്രിക്ഷൻ ഓഫ് അല്ലെങ്കിൽ വിഡ്രോവൽ ഓഫ് ഹ്യൂജ് സം will be only possible if we are given a prior notice. Then this account can be opened with a minimum amount which differs from bank to bank. പല ബാങ്കുകൾക്കും പല രീതിയിലായിരിക്കും. ഇപ്പോൾ SBI പറയും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് 2000 rupees വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ചില ബാങ്കുകൾ അത്രയും രൂപ വേണ്ട, within 500 rupees or 1000 rupees we can start an account. So based on the banks we can have the ഇനീഷ്യൽ എമൗണ്ട് ഓരോ ബാങ്കിനെ ബാങ്കിനെ ബേസ് ചെയ്ത് ഡിഫർ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. ആൻഡ് ദ മിനിമം ബാലൻസ് ഷുഡ് ബി മെയിൻറ്റെയിൻ ആൻഡ് ഇഫ് ചെക്ക് ബുക്ക് ഫെസിലിറ്റി ഈസ് അലൗഡ് ദ മിനിമം ബാലൻസ് ഷുഡ് ബി 1000. ഒരു മിനിമം ബാലൻസ് എത്ര വേണമെന്നുള്ളത് ബാങ്കുകൾ തന്നെ പറയാം. ഇപ്പം ഫെഡറൽ SBI തന്നെ SBIയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2000-3000 എമൗണ്ട് നമുക്ക് മിനിമം ബാലൻസ് ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞത്. വി ക്യാൻ നോട്ട് വിഡ്രോ ദാറ്റ് ബാലൻസ് ഫ്രം ദി അക്കൗണ്ട്. അതേപോലെ ഇപ്പോൾ വേറെ ഏത് ബാങ്ക് ആണെങ്കിലും നമുക്കുള്ള ചെക്ക് എടുക്കുന്നുണ്ട്, ആ ഒരു
അക്കൗണ്ടിന് എഗെയിൻസ്റ്റ് നമ്മളൊരു ചെക്ക് ബുക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ചെക്ക് ബുക്ക് ഒക്കെ ഉള്ള അക്കൗണ്ടിൽ എപ്പോഴും മിനിമം ബാലൻസ് ആയിട്ട് 1000 rupees ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ഫോർ ഓൾ ബാങ്ക്. ഏത് ബാങ്ക് എടുത്ത് നോക്കിയാലും, ഏത് നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിലും നോൺ നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ചെക്ക് ബുക്ക് ഉണ്ട് നമ്മളുടെ കയ്യിലെങ്കിൽ വി വോണ്ട് ഹാവ് ഓർ വി വോണ്ട് മെയിൻറ്റെയിൻ എ മിനിമം 1000 rupees വിത്തിൻ ദ അക്കൗണ്ട്. ബാക്കി എത്ര മിനിമം എമൗണ്ട് വേണമെന്നുള്ളത് ഓരോ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് ദ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. Then, if the checkbook facility is not provided, minimum balance should be 500. ഇപ്പോൾ ചെക്ക് ബുക്ക് വേണ്ട എന്ന കൺസെപ്റ്റിലാണെങ്കിൽ 500 ആയിരിക്കും. ആൻഡ് ഇഫ് ദ മിനിമം ബാലൻസ് ഇസ് നോട്ട് മെയിൻറ്റെയിൻ, എന്തായിരിക്കും സംഭവിക്കുന്നത്? ദ ഇൻസിഡൻറ്റൽ ചാർജസ് ഇസ് ലെവീഡ് ബൈ ദ ബാങ്ക്. അപ്പോൾ ബാങ്ക് തന്നെ കുറച്ച് എക്സ്ട്രാ ചാർജസ് ലെവി ചെയ്യും. ലെവി മീൻസ് ദേ വിൽ ഇമ്പോസ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ 500 രൂപയും വെക്കാണ്ട് അതിലും കുറവ് പൈസയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, 400 or 300 rupees മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്ത് സംഭവിക്കും? പിന്നെയുള്ള നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് ഇൻസിഡൻറ്റൽ ചാർജസും കൂടെ ബാങ്ക് ഈടാക്കും. അപ്പോൾ അതാണ്. ഇപ്പോൾ ഇത് പണ്ടത്തെ കൺസെപ്റ്റാണ്, ഈ 500 rupees 1000 rupees എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഓരോ ബാങ്കിനനുസരിച്ച് ഡിഫർ ചെയ്യുന്നുണ്ട്. SBIക്ക് വേറെ രീതിയിൽ, ഓരോ ബാങ്ക്സിന് ഓരോ രീതിയിലാണ്. അപ്പം മിനിമം ബാലൻസ് തന്നെ ഇപ്പോൾ ഓരോ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസ് പോലെ തന്നെ മിനിമം ബാലൻസും അതേ കൺസെപ്റ്റിലാണ് റൺ ചെയ്യുന്നത്. Then, if the depositor is supplied with a passbook, generally no withdrawals are allowed without the presentation of the passbook along with the withdrawal slip. അപ്പം ഈ സേവിങ്സ് അക്കൗണ്ട് ഹോൾഡേഴ്സിന് എപ്പോഴും ഒരു പാസ്ബുക്ക് ഉണ്ടായിരിക്കും. അവരുടെ ഒരു ദിവസം ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാൻ, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വിഡ്രോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് ഒക്കെ ആ പാസ്ബുക്കിൽ എൻട്രി ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം, നമുക്കൊക്കെ ഉണ്ടാവും ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഡെപ്പോസിറ്റ് വരുമ്പോൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് ആയിട്ടൊരു ബാലൻസ് എമൗണ്ട് കാണിക്കും. ഇതെല്ലാം കാണാറുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബുക്ക് ഉണ്ടാവും. അതിൽ എന്തെല്ലാം വിഡ്രോവൽ സ്ലിപ്സ് ഉണ്ടാവും. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. സിസ്റ്റം ജനറേറ്റഡ് ആണ്. വി ജസ്റ്റ് വോണ്ട് ടു അപ്രോച്ച് ദ ബാങ്ക്. അപ്പോൾ അവർ തന്നെ അതിനുള്ള എൻട്രി എല്ലാം ചെയ്തു തരുന്നുണ്ടാവും. ദെൻ ചെക്സ് ആർ ഓൾസോ കളക്റ്റഡ് ഓൺ ദിസ് അക്കൗണ്ട്. ദ നോമിനേഷൻ ഫെസിലിറ്റി ഇസ് ഓൾസോ അവൈലബിൾ ഇൻ ദ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ പറഞ്ഞിട്ട് ചെക്ക് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റൂ. ഇവിടെ അങ്ങനെയില്ല. ചെക്സും ഉപയോഗിച്ച് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാം. അതല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് വിഡ്രോവൽ എമൗണ്ട് ആയിട്ട് തന്നെ വിഡ്രോ ചെയ്യാം. അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്സ് വെച്ചിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. അങ്ങനെ പല പല ഫെസിലിറ്റീസ് ഉണ്ട്. അലോങ് വിത്ത് ദ ചെക്ക് ഇസ് ഓൾസോ അവൈലബിൾ. ആൻഡ് ഓൾസോ ദാറ്റ് ഇസ് നോമിനേഷൻ ഫെസിലിറ്റി. ഇപ്പം നോമിനേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ പേരിലാണ് ഞാൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കണമെങ്കിൽ എൻ്റെ മരണശേഷമോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻസാനിറ്റി കണ്ടീഷൻ വരുവാണെങ്കിൽ എൻ്റെ നോമിനിക്ക് ആ എമൗണ്ട് കിട്ടാനുള്ളൊരു ചാൻസ്. നോമിനി എന്ന് പറയുന്നത് നമ്മളുടെ മരണശേഷം ആ അക്കൗണ്ട് ആരുടെ പേരിലേക്കായിരിക്കും, അല്ലെങ്കിൽ ആർക്കാണ് ആ എമൗണ്ടിന് ലയബിളായിട്ടുള്ള ആൾക്കാർ. അപ്പം അങ്ങനെ നോമിനേഷൻ ഫെസിലിറ്റിയും ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ട്. സോ ഫസ്റ്റ് വി ഹാവ് ഡിസ്കസ് വാട്ട് ഈസ് ദ കറണ്ട് അക്കൗണ്ട്. ദെൻ സെക്കൻഡ് വാട്ട് ഈസ് എ സേവിങ്സ് അക്കൗണ്ട്. സോ സേവിങ്സ് അക്കൗണ്ടിൻ്റെ വേറെ ഫീച്ചേഴ്സാണ് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. Any resident individual, single account, 2 or more individuals in the joint account, association, clubs, etc. are eligible for SB account. ഇപ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ആർക്കൊക്കെ, ഏത് റെസിഡൻറ്റിലാണെങ്കിലും, ഇൻഡിവിജ്വൽ സിംഗിൾ ഹോൾഡറായിട്ടോ അല്ലെങ്കിൽ ജോയിൻറ്റ് അക്കൗണ്ട്സ് ആയിട്ടോ, ഇപ്പം ഭാര്യയും ഭർത്താവിനും കൂടെ ഒരുമിച്ച് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഭർത്താവിന് മാത്രമോ ഭാര്യയ്ക്ക് മാത്രമോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ് അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് അസോസിയേഷന് സ്റ്റാർട്ട് ചെയ്യാം. ക്ലബ്സുകൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ് അല്ലെങ്കിൽ ക്യാരംസ് ക്ലബ്ബ്, അങ്ങനെയുള്ള ക്ലബ്സുകൾക്കും സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ they all are eligible for a SB account. Second, 2 free checkbooks will be issued per year. ഓരോ ഇയറിൽ 2 ഫ്രീ ചെക്ക് ബുക്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവും സച്ച് അക്കൗണ്ട് ഹോൾഡേഴ്സ്. അപ്പം SB അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് 2 ചെക്ക് ബുക്ക് വരെ ഒരു വർഷം ഫ്രീ ആയിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും. ദെൻ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി വിൽ ബി പ്രൊവൈഡഡ്. കറണ്ട് അക്കൗണ്ട് പോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടിലും ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ട്. ദെൻ മോഡസ്റ്റ് ക്രെഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ടു ദ ഡെപ്പോസിറ്റർ. ക്രെഡിറ്റ് ഓപ്ഷനും ഇങ്ങനെയുള്ള സേവിങ്സ് അക്കൗണ്ടിൽ ചില ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇല്ലാത്ത എമൗണ്ടും നമുക്ക് വിഡ്രോ ചെയ്യാനും, ഒരു ക്രെഡിറ്റ് എമൗണ്ട് പോലെ വിഡ്രോ ചെയ്യാനും ബാങ്ക്സ് സമ്മതിക്കുന്നുണ്ട്. ദെൻ ബാലൻസ് എൻക്വയറി, നെഫ്റ്റ് ട്രാൻസ്ഫർ, ബിൽ പേയ്മെൻറ്റ്, മൊബൈൽ റീചാർജ് എക്സെട്ര ആർ ഓൾസോ പ്രൊവൈഡ് ത്രൂ ദ മൊബൈൽ ഫോൺസ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു SBIയിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ വി ക്യാൻ ഹാവ് എ യോണോ എന്ന രീതിയിൽ. യോണോ ആണ് SBIയുടെ ഒരു പേയ്മെൻറ്റ്
പേയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡ് ബുക്കും അതേപോലെ ഫെഡ് മൊബൈൽ ഫെഡ് ബുക്ക് അങ്ങനെ 2 സെറ്റുണ്ട്. ആ 2 ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബാലൻസ് എമൗണ്ട് എത്രയാണ്, നമുക്കിപ്പോൾ ഒരു മൊബൈൽ റീചാർജ് ചെയ്യണമെങ്കിൽ ബിൽസ് പേയ്മെൻറ്റ്, ഇലക്ട്രിസിറ്റി ബില്ല് അതുപോലെ വാട്ടർ ബിൽ അങ്ങനെയുള്ള ബിൽസ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ലാൻഡ് ലൈൻ ബില്ല് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ബിൽ പേയ്മെൻറ്റ്സ് എല്ലാം, നെഫ്റ്റ് ട്രാൻസ്ഫർ, RTGS ട്രാൻസ്ഫർ ഇതെല്ലാം പോസിബിളാണ് ഇൻ കേസ് ഓഫ് എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ദെൻ സീറോ ബാലൻസ് അക്കൗണ്ട്സ് ക്യാൻ ബി ഓപ്പൺ ബൈ പ്രൊവൈഡിങ് ദ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്. അതേപോലെ സേവിങ്സ് ബാങ്കിൽ തന്നെ നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സീറോ ബാലൻസ് അക്കൗണ്ട് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, അതുകൊണ്ട് അതിന് സ്റ്റുഡൻസ് അക്കൗണ്ട് എന്നും പറയും. ഇപ്പോൾ ഒരു കുട്ടികളുടെ പേരിൽ ചില ഗ്രാൻറ്റുകളൊക്കെ കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും കോളേജിലുള്ള കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഗ്രാൻറ്റ്സ് കൊടുക്കും ഗവൺമെൻറ്റിൻ്റെ, or scholarships like scholarship, grants, etc. If they want to deposit the money, the students want to open a zero balance account. ഈ ബാങ്കിൽ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നതായിരിക്കും ആ അതോറിറ്റി അറിയിക്കുന്നത്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ വകയാണ് ആ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നതെങ്കിൽ ദേ വിൽ ഇൻഫോം. അപ്പം അങ്ങനെയുള്ള സീറോ ബാലൻസ് അക്കൗണ്ട് നമുക്ക് സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് വി ഹാവ് ഡിസ്കസ് അബൌട്ട് ദ കറണ്ട് അക്കൗണ്ട് ഓർ ദ റണ്ണിങ് അക്കൗണ്ട്. ബിസിനസ് ആൾക്കാരെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ടായിട്ട് വരുന്നത്. അതിനകത്ത് ചെക്ക് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെന്തായിരുന്നു, അതിൽ ട്രാൻസാക്ഷൻസിന് ലിമിറ്റ് ഇല്ല. വി ക്യാൻ ഡു അൺലിമിറ്റഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്. ദെൻ ദർ വിൽ ബി നോ ഇൻട്രസ്റ്റുകളൊന്നുമില്ല. പക്ഷേ അതിന് കുറേ പ്രിവിലേജസ് ഉണ്ട്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്, ചെക്ക് ട്രാൻസ്ഫേഴ്സ് ഉണ്ട്, എമൗണ്ട് ട്രാൻസ്ഫേഴ്സ് ഉണ്ട്, ദെൻ ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ദിസ് ഇസ് അബൌട്ട് ദ running account. Second, we have discussed what is a savings bank account. Savings bank account എന്തായിരുന്നു, it will be having some interest amount. Then transactions daily, ഒരു മന്തിൽ നമുക്ക് എത്രത്തോളം ട്രാൻസാക്ഷൻ ചെയ്യാമെന്നുള്ളത് there is a limitation. Then we can have credit option. ചിലപ്പോൾ നമുക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റും ആ ബാങ്കിൽ നിന്ന് തന്നെ. Then sometimes we can use some kind of applications. ഓരോ ബാങ്കിന് അവരുടേതായ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫെഡ് ബുക്ക് അല്ലെങ്കിൽ യോണോ പോലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്, through which we can do the bill payments, next transfers, bill, then RTGS transfers or mobile recharges like that. And also we can start a zero balance account with a savings bank account. Savings bank account പോലെ തന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് ആയിട്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് മാത്രമേ ആവശ്യമുണ്ടാവുള്ളൂ. സോ ദിസ് ഇസ് അബൌട്ട് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. തേർഡ് വൺ ഇസ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. Okay, so today we have discussed about the special obligation bank and garnish order, then the types of bank accounts. ഏതെല്ലാം അക്കൗണ്ട്സ്, 2 അക്കൗണ്ട്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്, കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ടും അതുപോലെ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടും. സോ നെക്സ്റ്റ് ഡേ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഓക്കെ, താങ്ക് യു.